ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അത് രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടോ, രാവിലത്തെ ചായൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. ഒരുപാട് തുണികളുണ്ട് തിരുമ്പാനായിട്ട്. ഞങ്ങൾ 4-5 ആളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തുണി ഉണ്ടാവും കേട്ടോ. എന്നും തിരുമ്പാൻ മക്കൾ സ്കൂളിലേക്ക് ഇടുന്നതായാലും പിന്നെ വൈകുന്നേരം വന്ന് കുളിച്ച് മാറ്റണതും ഒക്കെ കൂടിയായിട്ട് രാവിലെ ഇത് വല്ലാതെ ഒരു ഭാരം പിടിച്ച പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടി വേഗം നിന്നു. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നന്ദുമോൾ ഉറങ്ങി എണീച്ച് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞ ആളിങ്ങനെ നിന്നപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ തിരുമ്പിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കല്ലുമ്മൽ തിരുമ്പാൻ നല്ലൊരു സുഖമാണ്. പക്ഷേ നമുക്ക് ഇതിൽ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ തിരുമ്പി എടുക്കാനും കഴിയില്ല. എന്നാലും എല്ലാം പുറത്തുനിന്ന് തന്നെയാണ് അധിക ദിവസവും തിരുമ്പൽ. മെഷീനിലൊന്നും അങ്ങനെ ഇടൂല. അധികം വയ്യാതാവണ ദിവസം അല്ലെങ്കിൽ നന്ദുമോളെ കൊണ്ട് ഇടിപ്പിക്കുക എന്നല്ലാണ്ട് എന്നും അതിനായിട്ടൊന്നും നിൽക്കലില്ല. അപ്പോൾ അതാ റോക്കിമോൻ്റെ കൂട്ടിൽ ഇന്ന് ദോശയൊക്കെ കൊടുത്തപ്പോൾ ആൾ അതൊക്കെ തിന്നിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിന്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം. ഈ ഓൻ്റെ രോമം തന്നെ കൊഴിഞ്ഞ വെള്ളമാണെങ്കിൽ അത് കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലാഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഒരു ബേജാറാവലേ. കാരണം ഈ നല്ല വെള്ളം മാത്രം കുടിക്കുന്ന ഒരു ജീവിയാണിത്. അങ്ങനെ റോക്കിമോനെയൊക്കെ ഒന്ന് പുന്നാരിപ്പിച്ച് നന്ദുമോളാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഞാനല്ല. ഓനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം പറയണൊക്കെ ഉണ്ട് ഓനോട്. അപ്പോൾ ഓൻ അതിനനുസരിച്ച് കൂട്ടിലൊക്കെ എണീച്ച് നിന്ന് ഓളോട് വർത്താനമൊക്കെ പറയുന്ന പോലെയാണ്. കാരണം നമ്മൾ വർത്താനം പറയുന്നത് ഇവർക്ക് മനസ്സിലാവില്ല. നമ്മളെങ്ങനെ എന്നും കാണുന്നതും കേൾക്കണതും നമ്മളെ സൗണ്ട് കേൾക്കണതും ഒക്കെ അല്ലേ. അപ്പോൾ ഓനോട് ഓരോന്നും ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഓനെ തലോടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ഓന് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഓനെ ഇങ്ങനെ കിക്കിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനതൊക്കെ കഴിഞ്ഞ് നിൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടാണ്. ചോറിന് വെള്ളം വെച്ചിട്ടാണ് പോയത്. തിളച്ച് മറയിൽ തുടങ്ങിനെ. അപ്പോൾ കുളി അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പം ചോറുണ്ടാക്കാൻ വേണ്ടി കയറിയതാണ്. നന്ദുമോൾ പഠിക്കാനിരിക്കുന്നുണ്ട്. അമ്മ പോയിന്, ചേട്ടൻ പോയിന്, അബി പോയിന്. അപ്പം ഞാൻ എന്തായാലും കയറി ഇനി ചോറിന് അരി ഇടട്ടെ കേട്ടോ. രാവിലെ 2-3 ദോശയൊക്കെ കഴിച്ചങ്ങനെ ഇറങ്ങിയതാണ് തിരുമ്പാനൊക്കെ ആയിട്ട്. ചോറുണ്ടാക്കണം, ഇനി കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് കറി ഉണ്ട്, ഇനി അതൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം അതാ വീണ്ടും കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ കറി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചെറിയൊരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്നലെ റേഷൻ കടയിൽ പോയപ്പോൾ നല്ലൊരു അരിയാണ് കേട്ടോ കിട്ടിയത്. കുഴപ്പമില്ലാത്ത അരിയാണ്, കാണാനും നല്ലൊരു സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ എന്താവോ എന്നൊന്നും അറിയില്ല. സംഭവം ഇങ്ങനെ റേഷൻ കടയിലെ അരി ചില മാസങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു വൃത്തികെട്ട അരിയാണ് കിട്ടൽ. കഴിഞ്ഞ മാസം ഒക്കെ കിട്ടിയ അരി പറ്റ വെടക്ക അരിയാണ്. അതുകൊണ്ട് ഈ മാസത്തെ അരി എന്താണെന്നൊന്നും അറിയില്ല. ഇന്നലെ പോയി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞാൽ 2 ചേരിപ്പുളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിലൊരു കഷ്ണം വിറകും 2 ചേരിപ്പുളിയും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് വെന്തോളും. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ അല്ലറ ചില്ലറ പണിയൊക്കെ വേണമെങ്കിൽ പോയി എടുക്കുകയും ചെയ്യാം. ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ ചോറും ആയിട്ടോ. നല്ല അരിയാട്ടോ, കുഴപ്പമില്ല. നല്ല അരി നല്ല ചോറുമാണ്. അപ്പോൾ അത് 2 നേരത്തേക്ക് വെക്കണ ചോറാട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിൽ ഊറ്റിയിടുന്നത്. 2 നേരം എന്ന് പറയുമ്പോൾ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും പിന്നെ 2 നേരം വെക്കണ്ടല്ലോ. അല്ല, രാത്രിക്ക് ഒരു നേരം കൂടി വെക്കണ്ടല്ലോ വിചാരിച്ചിട്ടോ. ഇന്ന് അനീഷേട്ടൻ ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ ചോറ് നേരം വൈകിയാണ് വെച്ചത്. ചോറ് കൂട്ടുന്നതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊരു തക്കാളി കറി ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് ഇതാണ് കേട്ടോ കറി. തക്കാളിയും പച്ചമുളക് ഇട്ടിട്ട് ഒരു തക്കാളി വാട്ടിയെടുക്കുക. നന്ദുമോൾക്ക് പരീക്ഷയ്ക്കും പോകാനുണ്ട്. അപ്പം ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. രാവിലെ കുറച്ച് മീൻ കറി ഉണ്ടായി, അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കലും പിന്നെ അനീഷേട്ടൻ ദോശയിലേക്ക് കൂട്ടാൻ കൊണ്ടുപോയി. പിന്നെ നന്ദുമോൾ രാവിലെ ദോശയ്ക്ക് കൂട്ടി. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഉച്ചത്തേക്ക് ഞാനും നന്ദുമോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് മതി. ഇത് നന്ദുമോൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്ദുമോൾ പറഞ്ഞ അമ്മേ തക്കാളി കറി ഉണ്ടാക്കിയാൽ മതി, നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. ഈ തക്കാളി കറിയിലേക്ക് നമ്മളെ റേഷൻ കടയിലെ അരിൻ്റെ ചോറും നല്ല ടേസ്റ്റാട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ 2 ഹാപ്പിയായി. അപ്പോൾ നന്ദുമോൾ എന്ത് ചെയ്ത് ഒരു പച്ചമുളകും കുറച്ച് പുളിയും കുറച്ച് വലിയ ഉള്ളീൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും അന്ന് ഉഷാറായിട്ടോ. ഇത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഒരു ചമ്മന്തി, ഒരു തക്കാളിക്കറി. അങ്ങനെ നന്ദുമോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. പരീക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഇനി എനിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. എനിക്ക് കഞ്ഞി കുടിക്കാനൊരു പൂതി കേട്ടോ. നമ്മൾ പൊടിച്ച ചമ്മന്തി കണ്ടപ്പോഴേ അങ്ങനെ ഞാനിന്ന് കഞ്ഞി കുടിക്കാൻ വിചാരിച്ച് പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവച്ചിന്. അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൊക്കെ എടുത്തിടട്ടെ. അപ്പോൾ ഇന്ന് വലിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു വീഡിയോ ഒന്നും ആയിരിക്കില്ല നമ്മളെ വീഡിയോ, വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോ കണ്ട് കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും നമ്മുടെ അടുക്കളയിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ കൂട്ടുകാർക്ക് ബൈ.